എയ്മ ന്യൂസ് വേൾഡ് റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. നമസ്കാരം, ഞാൻ ദീപ്തി നായർ. ശാസ്ത്ര, സാങ്കേതിക, സാമ്പത്തിക, വാണിജ്യ മേഖലകൾ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ലോകത്ത് ഒരാഴ്ചയുണ്ടായ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ കാച്ചിക്കുറുക്കി പ്രേക്ഷകർക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന എയ്മ ന്യൂസ് വേൾഡ് റൗണ്ടപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകൾ: യുദ്ധം മൂലം പഠനം മുടങ്ങിപ്പോയ ഗാസയിലെ കുട്ടികൾക്ക് പഠന സഹായവുമായി BBC വേൾഡ് സർവീസിന്റെ ലെസൺസ് പദ്ധതി. റഷ്യയുമായി വൈദ്യുതി വിതരണരംഗത്തുണ്ടായിരുന്ന കരാറിൽ നിന്നും പിന്മാറി ബാൾക്കൻ രാജ്യങ്ങൾ. ശ്രീലങ്കയെ മുഴുവൻ ഇരുട്ടിലാഴ്ത്തി ഒരു കുരങ്ങിന്റെ വിളയാട്ടം. സുഡാനിലെ ആഭ്യന്തര യുദ്ധം അതിന്റെ അന്ത്യത്തോടടുക്കുന്നു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന് ആവശ്യപ്പെട്ട അഫ്ഗാൻ മന്ത്രിക്കെതിരെ താലിബാൻ. മന്ത്രി UAEയിൽ അഭയം തേടി. ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചതോടെ ഇന്ത്യൻ പ്രൊഫഷണലുകൾ വിസ ലഭിക്കാൻ ക്ഷേത്രങ്ങളിൽ കൂട്ടമായി എത്തി പ്രാർത്ഥിക്കുന്നുവെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ. ട്രംപിന്റെ നയങ്ങൾ പ്ലാസ്റ്റിക് ഉപയോഗം വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമാക്കുന്നുവെന്ന് കൊക്കക്കോള. ജർമ്മൻ കാർ നിർമ്മാണ മേഖലയിൽ വൻ പ്രതിസന്ധി. ഡബിൾ ഡെക്കർ വിമാനങ്ങൾ എത്തുന്നു. യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലെ ശാസ്ത്രജ്ഞർ സാക്ഷ്യം വഹിച്ചത് അപൂർവ പ്രപഞ്ച പ്രതിഭാസത്തിന്. ഇന്ത്യൻ സമുദ്രത്തിൽ ഫ്രാൻസിന്റെ അധീനതയിലുള്ള ആംസ്റ്റർഡാം ദ്വീപിൽ കാട്ടുതീയാളിക്കെത്തുന്നു. സൂയസ് കനാലിന് സമീപം അമേരിക്കൻ വിമാനവാഹിനി കപ്പലും ചരക്കു കപ്പലും കൂട്ടിയിടിച്ച അപകടം. റഷ്യൻ ദ്വീപിൽ നിന്നും മഞ്ഞുപാളി അടർന്ന് സമുദ്രത്തിൽ കുടുങ്ങിയ 100ഓളം മത്സ്യത്തൊഴിലാളികളെ രക്ഷിച്ചു. നിരവധി പുരസ്കാരങ്ങൾ നേടിയ BBCയുടെ ലെസൺ എന്ന പദ്ധതിയുടെ അറബി പതിപ്പ് എത്തിയിരിക്കുന്നു. മധ്യപൂർവേഷ്യയിലെ യുദ്ധബാധിത പ്രദേശങ്ങളിലെ കുട്ടികളുടെ മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം പുനരാരംഭിക്കുന്നതിനുള്ള പദ്ധതിയാണിത്. മധ്യപൂർവേഷ്യയിലും വടക്കൻ ആഫ്രിക്കയിലുമായി ഏകദേശം 3 ലക്ഷത്തോളം കുട്ടികൾക്കാണ് യുദ്ധ സാഹചര്യത്തിൽ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയതെന്ന് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഏജൻസി UNICEF പറയുന്നു. അതിൽ പകുതിയിലധികം പേരും ഏകദേശം 16 ലക്ഷത്തോളം പേർ സുഡാനിൽ നിന്നു മാത്രമാണെന്നും ഏജൻസിയുടെ കണക്കുകൾ പറയുന്നു. കഴിഞ്ഞ വർഷം സ്കൂൾ പ്രായത്തിലുള്ള 6 ലക്ഷത്തിലധികം കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഗാസയിൽ മുടങ്ങിപ്പോയതെന്ന് UNICEF വക്താവ് സലീം ഓവസ് പറഞ്ഞു. സംഘർഷങ്ങളും പ്രതിസന്ധികളും അരക്ഷിതാവസ്ഥയുമെല്ലാം വർത്തമാനകാലത്തെ മാത്രമല്ല ഭാവിയെയും ബാധിക്കുന്നവയാണെന്ന് ഇത് കാണിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഔദ്യോഗിക സൈന്യവും അർദ്ധ സൈനിക വിഭാഗവും തമ്മിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സുഡാനിൽ സ്ഥിതിഗതികൾ ഇതിലും ദയനീയമാണ്. 15,000-ലധികം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ആഭ്യന്തര യുദ്ധത്തിൽ തകർക്കപ്പെട്ടത്. 2023 അഫ്ഗാനിസ്ഥാനിൽ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും വിലക്ക് കൽപ്പിച്ച പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം തുടരുന്നതിനായിട്ടായിരുന്നു ഡാർസ് അഥവാ ലെസൺസ് എന്ന പദ്ധതി ആദ്യമായി ആവിഷ്കരിച്ചത്. ക്ലാസ്സിൽ പോകാൻ കഴിയാത്ത കുട്ടികൾക്ക് പഠനം തുടരുവാനുള്ള വേദി എന്നായിരുന്നു ഐക്യരാഷ്ട്രസഭ ഇതിനെ വിശേഷിപ്പിച്ചത്. ഇപ്പോൾ പുറത്തിറക്കിയ അറബി പതിപ്പിൽ മാത്സ്, സാങ്കേതികവിദ്യ, കാലാവസ്ഥ, മാനസികാരോഗ്യം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിൽ അറബി ഭാഷയിലുള്ള പ്രതിവാര ക്ലാസുകളാണുള്ളത്. 11 വയസ്സിനും 16 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആദ്യ എപ്പിസോഡ് ഫെബ്രുവരി 9 ഞായറാഴ്ച BBC ന്യൂസ് അറബിക് TVയിൽ സംപ്രേഷണം ചെയ്തു. BBC ന്യൂസ് അറബിക് യൂട്യൂബ് ചാനലിലും ഇത് ലഭ്യമാണ്. റഷ്യയുടെ വൈദ്യുതിക്ക് പൂർണ്ണമായും നോ പറഞ്ഞ് ബാൾട്ടിക് രാജ്യങ്ങളായ എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ എന്നിവർ. റഷ്യൻ ഇലക്ട്രിസിറ്റി ഗ്രിഡിൽ നിന്നും പൂർണ്ണമായും വിച്ഛേദിച്ച അവർ യൂറോപ്യൻ യൂണിയൻ നെറ്റ്വർക്കിൽ ചേരുകയും ചെയ്തു. യൂറോപ്യൻ സുരക്ഷയെ മുൻനിർത്തി ഇത്തരത്തിലൊരു സംഭവം 2007 മുതൽ തന്നെ പരിഗണനയിലുണ്ടായിരുന്നെങ്കിലും റഷ്യന് യുക്രൈൻ യുദ്ധം ആരംഭിച്ചതോടെ നടപടിക്രമങ്ങൾ അതിവേഗത്തിലാക്കുകയായിരുന്നു. ഇതാണ് സ്വാതന്ത്ര്യം, ഭീഷണികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ബ്ലാക്ക്മെയിലിംഗിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നായിരുന്നു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ പറഞ്ഞത്. ബെലാറസ്, റഷ്യ, എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാന എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ബ്രേൽ പവർ ഗ്രിഡ് ഏതാണ്ട് റഷ്യയായിരുന്നു പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നത്. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നാണ് പഴമൊഴിയെങ്കിൽ പുതുമൊഴി പറയുന്നത് കുഞ്ഞൻ കുരങ്ങച്ചനും തന്നാലായത് എന്നാണ്. പഴമൊഴിക്ക് ആധാരമായ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്നത് ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്രക്കിടെയാണെങ്കിൽ പുതുമൊഴിക്ക് ആധാരമായ സംഭവം നടക്കുന്നത് ശ്രീലങ്കയിൽ തന്നെയാണ്. ഇക്കഴിഞ്ഞ 9-ാം തീയതി ശ്രീലങ്ക മുഴുവൻ ഇരുട്ടിലായതോടെയാണ് പുതുമൊഴി ആരംഭിക്കുന്നത്. ദ്വീപ് രാഷ്ട്രത്തിലെ 22 ദശലക്ഷം പേർക്കാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടത്. കൊളംബോയിൽ നിന്നും തെക്ക് മാറിയുള്ള പവർ സ്റ്റേഷന്റെ പ്രവർത്തനം തകരാറിലായതോടെയാണ് ഇത് സംഭവിച്ചത്. ഒരു പ്രാന്തൻ കുരങ്ങൻ പവർ സ്റ്റേഷനിൽ കയറി കളിച്ചതാണത്രേ സ്റ്റേഷന്റെ പ്രവർത്തനം തകരാറിലാകാൻ കാരണമെന്നാണ് വൈദ്യുത മന്ത്രി പറയുന്നത്. ഏതായാലും സർക്കാരിന്റെ കഴിവുകേടിനെതിരെ ജനങ്ങൾ ഒന്നടങ്കം സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞാടുകയാണ്. രാജ്യത്തെ ഒരു സുപ്രധാന കേന്ദ്രത്തിന് അത്രയും സുരക്ഷ മാത്രമേ ഉറപ്പാക്കിയിട്ടുള്ളൂ എന്നാണ് അവർ ചോദിച്ചത്. പണ്ട് ഹനുമാൻ ലങ്കയ്ക്ക് തീയിട്ട ഹിന്ദു പുരാണങ്ങളിലെ സംഭവം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ സംഭവത്തെ പൊലിപ്പിക്കുന്നത്. സുഡാനിലെ ആഭ്യന്തര യുദ്ധം അതിന്റെ അന്ത്യത്തോടടുക്കുന്നു എന്ന സൂചനകളാണ് സുഡാൻ സൈന്യം നൽകുന്നത്. രാജ്യത്തെ സൈന്യവും അർദ്ധസൈനിക വിഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ തലസ്ഥാന നഗരമായ കാർട്ടൂം അധികം വൈകാതെ അർദ്ധസൈനിക വിഭാഗത്തിന്റെ കൈകളിൽ നിന്നും പിടിച്ചെടുക്കുമെന്നാണ് സൈന്യം അവകാശപ്പെടുന്നത്. സുഡാനിസ് ആർഡ് ഫോഴ്സും അർദ്ധസൈനിക വിഭാഗമായ റാപിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി പരസ്പരം പോരടിക്കുകയാണ്. നിരവധി മരണങ്ങൾക്ക് കാരണമായ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് ആയിരങ്ങളാണ് നാടുപേക്ഷിച്ച് പലായനം ചെയ്തത്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം തടഞ്ഞുകൊണ്ടുള്ള താലിബാൻ നയം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട മുതിർന്ന താലിബാൻ മന്ത്രി ജീവനും കൊണ്ട് നാടുവിട്ടതായി സൂചന.
അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള കോസ്റ്റ് പ്രവിശ്യയിലെ ഒരു ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കവെയാണ് ഇക്കഴിഞ്ഞ ജനുവരി 20 താലിബാൻ സഹവിദേശകാര്യമന്ത്രി മുഹമ്മദ് അബ്ബാസ് സ്ഥാനികാസി പെൺകുട്ടികൾ സെക്കൻഡറി തലം മുതൽക്കുള്ള വിദ്യാഭ്യാസം തുടരുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. 20 ദശലക്ഷത്തോളം വരുന്ന പെൺകുട്ടികളോടുള്ള അനീതിയാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. പ്രവാചകന്റെ കാലത്ത് അറിവിന്റെ കവാടം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മുന്നിൽ ഒരുപോലെ തുറന്നിട്ടിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ പ്രസംഗത്തിനു ശേഷം സ്ഥാനികാസിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് താലിബാൻ പരമോന്നത നേതാവായ ഹിബാത്തുള്ള അഗുണ്ടാസ്നെ രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല മന്ത്രിക്ക് യാത്രാവിലക്ക് കൽപ്പിക്കുവാനും അറസ്റ്റ് ചെയ്യുവാനും ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് മന്ത്രി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് കടന്നത്. താൻ ദുബായിലാണെന്ന് സ്ഥിരീകരിച്ച മന്ത്രി പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയത് എന്നാണ് പറഞ്ഞത്. അധികാരത്തിലെത്തി ഡൊണാൾഡ് ട്രംപ് നിരവധി എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഒപ്പിട്ടതോടെ ഇന്ത്യൻ പ്രൊഫഷണലുകൾ ക്ഷേത്രങ്ങളിൽ കൂട്ടത്തോടെ എത്താൻ തുടങ്ങി എന്ന് ചില ആഗോള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുടിയേറ്റ നിയമങ്ങൾ കർക്കശമാക്കുമെന്ന ഭയത്താൽ അതിവേഗം അമേരിക്കൻ വിസ ലഭിക്കണമെന്നാണത്രേ അവരുടെ പ്രാർത്ഥന. ഗുജറാത്ത് അഹമ്മദാബാദിലെ ചമത്കാരി ഹനുമാൻ ക്ഷേത്രമാണത്രേ അതിൽ പ്രധാനം. വിസ ഹനുമാൻ സ്വാമി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഹനുമാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ വിസ വളരെ പെട്ടെന്ന് ശരിയാകുമെന്നാണത്രേ പരക്കെയുള്ള വിശ്വാസം. സ്വാമിയുടെ മുൻപിൽ പാസ്പോർട്ട് വെച്ച് പ്രാർത്ഥിച്ചാൽ വിസ ശരിയാകുമെന്ന് നിരവധി പേർ വിശ്വസിക്കുന്നു. ഡൽഹിയിലെ ശ്രീ സിദ്ധിപീഠ ചമത്കാരി ഹനുമാൻ മന്ദിർ, ഹൈദരാബാദിലെ ചിൽക്കൂറിലുള്ള വിസ ബാലാജി എന്നറിയപ്പെടുന്ന ബാലാജി ക്ഷേത്രം എന്നിവിടങ്ങളിലും വിസ തേടുന്നവരുടെ വൻ തിരക്ക് അനുഭവപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. നിരവധി പേർ ഇവിടങ്ങളിൽ പ്രാർത്ഥിച്ചതിന് ഫലം കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ തിരക്ക് ഇനിയും വർദ്ധിക്കുകയാണ്. ലോകം മുഴുവനും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാൻ തീവ്രമായ പ്രചാരണം നടക്കുമ്പോൾ ട്രംപിന്റെ പുതിയ നയം കാരണം തങ്ങൾക്ക് പ്ലാസ്റ്റിക് ക്യാനുകളെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരുമെന്നാണ് കൊക്കോകോള കമ്പനി പറയുന്നത്. അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന മുഴുവൻ സ്റ്റീലിനും അലുമിനിയത്തിനും 25% വരെ ഇറക്കുമതി തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ നീക്കമാണ് പ്രശ്നമായത്. ഇതുമൂലം അലുമിനിയം ക്യാനുകൾ കൂടുതൽ ചെലവേറിയതാകുമെന്നാണ് കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് ജെയിംസ് ക്വൻസി കഴിഞ്ഞ ദിവസം നിക്ഷേപകരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. 2030ഓടെ പുനരുപയോഗം ചെയ്യാവുന്ന പദാർത്ഥങ്ങൾ ഉപയോഗിച്ചായിരിക്കണം 50% ക്യാനുകളെങ്കിലും നിർമ്മിക്കേണ്ടത് എന്ന മുൻ തീരുമാനത്തിൽ നിന്നും കഴിഞ്ഞ ഡിസംബറിൽ തന്നെ കമ്പനി പിന്മാറിയിരുന്നു. 2035 ആകുമ്പോൾ ചുരുങ്ങിയത് 35 മുതൽ 40% ക്യാനുകൾ പുനരുപയോഗം ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കമ്പനി പറയുന്നത്. തുടർച്ചയായി 6ാം വർഷവും ലോകത്തിൽ ഏറ്റവുമധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഭാവന ചെയ്യുന്ന കമ്പനിയായി ചില പരിസ്ഥിതി സംഘടനകൾ കൊക്കോകോളയെ പ്രഖ്യാപിച്ചിരുന്നു. ജർമ്മൻ കാർ നിർമ്മാതാക്കൾ അഭിമുഖീകരിക്കുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഒരു കാലത്ത് ലോകത്തിലെ തന്നെ കാർ നിർമ്മാണ മേഖലയിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യമായിരുന്നു ജർമ്മനി. വോൾസ്ബർഗിലെ ഫോക്സോ വാഗൻ യൂണിറ്റിൽ പ്രതിവർഷം 8,70,000 കാറുകൾ വരെ നിർമ്മിക്കാൻ കഴിവുള്ളപ്പോൾ 2023 ഉൽപ്പാദിപ്പിച്ചത് 4,90,000 കാറുകൾ മാത്രമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2017 എല്ലാ ജർമ്മൻ കാർ നിർമ്മാതാക്കളും കൂടി 56 ലക്ഷത്തോളം കാറുകൾ നിർമ്മിച്ചെങ്കിൽ 2023 അത് 41 ലക്ഷമായി കുറഞ്ഞു എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജർമ്മനിയിലെ നിർമ്മാണ മേഖലയുടെ 20% വരും കാർ നിർമ്മാണം. മൊത്തം GDPയുടെ 6% ഈ മേഖലയിൽ നിന്നും ലഭിക്കുമ്പോൾ 8 ലക്ഷത്തോളം പേർക്കാണ് ഈ മേഖല നേരിട്ട് തൊഴിൽ നൽകുന്നത്. പ്രധാന കാർ നിർമ്മാതാക്കളായ ഫോക്സോ വാഗൻ, BMW, മെർസിഡസ് ബെൻസ് എന്നിവയുടെ വിൽപ്പന കുത്തനെ കുറയുന്നത് ഈ മേഖലയെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. വൻതുകകൾ നിക്ഷേപം നടത്തി ആരംഭിച്ച ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പന പ്രതീക്ഷിച്ചതുപോലെ പുരോഗമിക്കാത്തതും ഈ മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുവാൻ കാരണമായിട്ടുണ്ട്. താരതമ്യേന വിലക്കുറവിൽ വിപണിയിലെത്തിയ ചൈനീസ് കാറുകളോട് മത്സരിക്കാൻ കഴിയാത്തതും ജർമ്മൻ കാറുകളുടെ വിപണി കുറയാൻ ഇടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 87 വർഷത്തെ ചരിത്രത്തിൽ ഇതാദ്യമായി ഫോക്സ് വാഗൻ അവരുടെ ജർമ്മനിയിലെ ഒരു നിർമ്മാണ യൂണിറ്റ് അടച്ചിടുന്നിടത്ത് വരെ പ്രതിസന്ധി എത്തി നിൽക്കുകയാണ്. ഡബിൾ ഡെക്കർ ബസ്സുകളിൽ ഒട്ടുമിക്ക പേരും യാത്ര ചെയ്തിട്ടുണ്ടാകും. കുറച്ചു പേരെങ്കിലും ഡബിൾ ഡെക്കർ ട്രെയിനുകളിലും യാത്ര ചെയ്തിരിക്കും. എന്നാൽ എപ്പോഴെങ്കിലും ഡബിൾ ഡെക്കർ വിമാനങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഒരിക്കലും നടക്കാത്ത മനോഹരമായ സ്വപ്നമെന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയാൻ വരട്ടെ. സ്റ്റാർട്ട് അപ്പ് കമ്പനിയായ ചേസ് ലോഞ്ച് ആണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആശയവുമായി എത്തിയിരിക്കുന്നത്. ഈ ആശയത്തെ സ്വാഗതം ചെയ്തിരിക്കുന്നതും പരീക്ഷണ സന്നദ്ധത അറിയിച്ചിരിക്കുന്നതും വ്യോമയാന മേഖലയിലെ വമ്പന്മാരായ എയർബസ് ആണ് എന്നുകൂടി ഓർക്കണം. ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥികളുടെ കൗതുകകരമായ ആശയത്തെ യാഥാർത്ഥ്യമാക്കാൻ വഴിയൊരുക്കുകയാണ് എയർബസ്. എയർബസിന്റെ വിമാനങ്ങളിൽ 2 തട്ടുകളിലായി സീറ്റുകൾ ക്രമീകരിക്കുന്ന ഡിസൈനാണ് ഇപ്പോൾ പരീക്ഷിക്കുന്നത്. ആരംഭ ദശയിലായതിനാൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഒന്നും കമ്പനി പുറത്തുവിട്ടിട്ടില്ല. എന്നിരുന്നാലും യാത്രക്കാർക്ക് മുകൾ നിരയിലെയോ താഴത്തെ നിരയിലെയോ സീറ്റുകൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്ന തരത്തിലായിരിക്കും ക്രമീകരണം എന്ന് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഇതുവഴി വിമാനങ്ങൾക്കുള്ളിൽ മറ്റു വിമാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ലെഗ് സ്പേസ് ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ യൂഗ്ലിഡ് മിഷനിലുണ്ടായിരുന്ന ജ്യോതിശാസ്ത്രജ്ഞർക്ക് ലോട്ടറി അടിച്ച പ്രതീതിയാണിപ്പോൾ. ഇതിനു മുൻപൊരിക്കലും ആർക്കും കഴിയാത്ത രീതിയിൽ വളരെ അപൂർവമായ ഒരു പ്രാപഞ്ചിക പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് അതിനു കാരണം. മാത്രമല്ല അവരുടെ ടെലസ്കോപ്പുകൾ അതിന്റെ ചിത്രം പകർത്തുകയും ചെയ്തു. ഡാർക്ക് യൂണിവേഴ്സ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞർക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത പ്രപഞ്ചത്തിന്റെ ഭാഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് യൂഗ്ലിഡ് മിഷൻ നടത്തുന്നത്. 2023 ജനുവരിയിലായിരുന്നു ഇത് വിക്ഷേപിച്ചത്. ഐൻസ്റ്റീൻ റിംഗ് എന്നറിയപ്പെടുന്ന അപൂർവ പ്രതിഭാസമാണ് ഇപ്പോൾ ഇവരുടെ ടെലസ്കോപ്പുകളിൽ പതിഞ്ഞിരിക്കുന്നത്. അകലങ്ങളിലെ ക്ഷീരപഥങ്ങളിൽ നിന്നുള്ള പ്രകാശരശ്മികൾ വളഞ്ഞ് ഒന്നിനു മുകളിൽ ഒന്നായി തിളക്കമാർന്ന വളയങ്ങൾ തീർക്കുന്ന പ്രതിഭാസമാണിത്.
പ്രപഞ്ചത്തിലെ ചില വസ്തുക്കൾക്ക് ചുറ്റുമായി പ്രകാശരശ്മികൾക്ക് വലയം തീർക്കാനും തിളക്കമാർന്നതാകാനും കഴിയും എന്ന ആപേക്ഷിക സിദ്ധാന്ത പരാമർശവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതിഭാസത്തിന് പ്രമുഖ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീന്റെ പേര് നൽകിയിട്ടുള്ളത്. ഭൂമിയിൽ നിന്നും 590 ദശലക്ഷം പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന NGC 6505 എന്ന ക്ഷീരപഥത്തിലുള്ള പ്രകാശവലയമാണ് യൂക്ലിഡ് ആദ്യം പകർത്തിയത്. 4.42 ബില്യൺ പ്രകാശവർഷം അകലെയുള്ള മറ്റൊരു ക്ഷീരപഥത്തിൽ നിന്നുള്ള പ്രകാശരശ്മികളാണ് NGC 6505 ചുറ്റും വലയം തീർത്തത്. ഈ ക്ഷീരപഥത്തിന് ഇതുവരെ നാമകരണം ചെയ്തിട്ടില്ല. 1884 അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ ലൂയിസ് സ്വിഫ്റ്റ് ആണ് NGC 6505 എന്ന ക്ഷീരപഥം ആദ്യമായി കണ്ടെത്തിയത്. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫ്രാൻസിന്റെ ഭാഗമായ ആംസ്റ്റർഡാം ദ്വീപ് പകുതിയിലധികവും കാട്ടുതീയിൽ കത്തിനശിച്ചു. ആസ്ട്രേലിയ, അന്റാർട്ടിക്ക, മഡഗാസ്കർ എന്നിവിടങ്ങളിൽ നിന്നും തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപിന്റെ 54 ചതുരശ്ര കിലോമീറ്റർ കരഭാഗത്തിൽ 55% കത്തി നശിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇവിടെ സ്ഥിരതാമസക്കാർ ആരുമില്ല. എന്നാൽ പലവിധ ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ട് 1980കൾ മുതൽ തന്നെ ശാസ്ത്രജ്ഞർ ഇവിടെ താത്കാലികമായി താമസിക്കാറുണ്ട്. തീപിടുത്തത്തെ തുടർന്ന് 31 ശാസ്ത്രജ്ഞരെ ഇവിടെ നിന്നും മഡഗാസ്കറിന് സമീപമുള്ള റിയൂണിയൻ ദ്വീപിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അന്തരീക്ഷത്തെക്കുറിച്ച് പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞരാണ് കഴിഞ്ഞ ജനുവരി 15-ന് അഗ്നിബാധ ആദ്യമായി കണ്ടെത്തിയത്. തീയണക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പൊതുവെ വരണ്ടുകിടക്കുന്ന ഭൂപ്രകൃതിയും ശക്തമായ കാറ്റുമാണ് തീകെടുത്തുന്നതിന് വിഘാതമാകുന്നത്. സൂയസ് കനാലിന് സമീപം അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS ഹാരി എസ് ട്രൂമാനും പനാമയുടെ പതാക വഹിക്കുന്ന ചരക്ക് കപ്പലായ ബെസിത്താസ് M തമ്മിൽ കൂട്ടിയിടിച്ചു. ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ളവ വഹിക്കുന്ന കപ്പലാണ് ട്രൂമാൻ. ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റിന് ഇടിയിൽ തകരാറുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അമേരിക്കൻ നാവികസേനയുടെ വക്താവ് അറിയിച്ചു. ചരക്ക് കപ്പലിന് ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇരു കപ്പലിലും ഉണ്ടായിരുന്ന ആർക്കും തന്നെ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല എന്നും അമേരിക്കൻ നേവി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈജിപ്ഷ്യൻ തുറമുഖത്തു നിന്നും മാറി അനേകം കപ്പലുകൾ നങ്കൂരമിട്ടിരുന്ന പ്രദേശത്ത് വച്ചാണ് അപകടമുണ്ടായിരിക്കുന്നത്. അപകടം നടക്കുമ്പോൾ 617 അടി നീളമുള്ള ബെസിത്താസ് M സൂയസ് കനാലിൽ നിന്നും പുറത്തുവന്ന് റൊമേനിയയിലേക്ക് പോവുകയായിരുന്നു എന്നാണ് മറൈൻ ട്രാഫിക് ട്രാക്കിംഗ് വെബ്സൈറ്റ് ആയ മറൈൻ ട്രാഫിക് പറയുന്നത്. 1100 അടി നീളമുള്ള ട്രൂമാൻ കനാലിലേക്ക് പ്രവേശിക്കുകയുമായിരുന്നു. അപകട സമയത്ത് 100ഓളം കപ്പലുകൾ സമീപ പ്രദേശങ്ങളിൽ നങ്കൂരമിട്ട് കിടന്നിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപകട കാരണം വ്യക്തമല്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെ അധീനതയിലുള്ള സാക്കിലിൻ ദ്വീപിൽ നിന്നും 10 മീറ്ററോളം വലിപ്പത്തിൽ ഹിമപാളി അടർന്നുപോയതിനെ തുടർന്ന് കുടുങ്ങിപ്പോയ 100ഓളം മത്സ്യബന്ധന തൊഴിലാളികളെ രക്ഷാസൈന്യം രക്ഷപ്പെടുത്തി. റഷ്യയ്ക്കും ജപ്പാനും ഇടയിലായി ഒക്കോട്സ് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന 1000 കിലോമീറ്റർ നീളത്തിലുള്ള സാക്കിലിൻ റഷ്യയിലെ ഏറ്റവും വലിയ ദ്വീപ് കൂടിയാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലും ഇവിടെ മഞ്ഞിടിഞ്ഞതിനെ തുടർന്ന് 80ഓളം മത്സ്യബന്ധന തൊഴിലാളികളെ രക്ഷിച്ചിരുന്നു. 2020 ഇത്തരത്തിൽ കുടുങ്ങിപ്പോയ 500-ലധികം പേരെയാണ് ഇവിടെ നിന്നും രക്ഷപ്പെടുത്തിയത്. ഇതോടെ ഇന്നത്തെ എയിമ ന്യൂസ് വേൾഡ് റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.